ദൈവം നീയേ, നിന്റെ പാറയാകും യേശുനാഥ, നിന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, ഇന്നുമെന്ന് സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനേ, ഇന്നുമെന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപയെങ്കിൽ തന്നല്ലോ നീ, നിന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപയെങ്കിൽ തന്നല്ലോ നീ. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. ചിറകുകളിൽ നിഴലിൽ ആനന്ദം പകരുന്നു നീ, നിന്റെ ചിറകുകളിൽ നിഴലിൽ ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. ജീവനുള്ള നാളുകളെല്ലാം നീ സ്തുതിച്ചു പാടിടുമേ, ജീവനുള്ള നാളുകളെല്ലാം നീ സ്തുതിച്ചു പാടിടുമേ. നാദാനി ചെയ്ത നന്മകളെ നിന്നാൽ സ്തുതിച്ചിടുമേ, നാദാനി ചെയ്ത നന്മകളെ നിന്നാൽ സ്തുതിച്ചിടുമേ. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും എന്നരുളി ചെയ്തു. ജീവവചനത്തിന്റെ പ്രഭാത ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിയോഗമുള്ളവന് വേണ്ടി ജാഗരിക്കുന്ന ദൈവം എന്നൊരു വിഷയം നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടെ ദൈവവചന കേൾവിയിലേക്ക് പ്രവേശിക്കുക. കുടപ്പിറപ്പുകളെ, ദൈവ പദ്ധതികൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവമനുഷ്യരാണ്. പൊതുവെ കരുതപ്പെടുന്നത് തന്നെ ദൈവവിളിയും നിയോഗവും ലഭിക്കുന്നവരാണ് ദൈവമനുഷ്യൻ എന്നാണ്. വിളി തിരിച്ചറിഞ്ഞ ഒരു ദൈവമനുഷ്യൻ തൻ്റെ മേലുള്ള നിയോഗം എന്തെന്ന് അറിവുള്ളവനാണെങ്കിലും പലപ്പോഴും അധൈര്യമുള്ളവനായി പോകുന്നത് സാധാരണമാണ്. ഞാൻ അയോഗ്യനാണ്, എനിക്കതിനുള്ള കഴിവോ മിടുക്കോ ഒന്നുമില്ല എന്ന് പറയുന്നവനുമായിരിക്കും.
നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, മനുഷ്യന്റെ കഴിവ് കൊണ്ടോ അറിവ് കൊണ്ടോ മിടുക്കുകൊണ്ടോ ഒന്നും ചെയ്തെടുക്കുവാനാവുന്നതല്ല ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന നിയോഗങ്ങൾ, ദൈവം നാം ചെയ്യുവാൻ ആഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ. പലപ്പോഴും ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം വിളിച്ച മനുഷ്യരെല്ലാം കഴിവില്ലാത്തവരും അറിവില്ലാത്തവരും ബലമില്ലാത്തവരും ബലഹീനരുമൊക്കെ ആയിരുന്നു എന്ന് അവരുടെ ജീവിതാനുഭവം തിരുവചന പാരായണത്തിൽ കൂടി നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവരുടെ മേൽ ദൈവം പകർന്ന ദൈവകൃപയാൽ, അവരുടെ മേൽ ദൈവം ചൊരിഞ്ഞ ദൈവ നിയോഗത്താൽ, അവർക്ക് ദൈവം കൊടുത്ത ദൈവിക ദർശനത്താൽ അവർ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുവാൻ, ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്താൽ, ദൈവാത്മാവിനാൽ അവർ പ്രാപ്തരായി തീർന്നിട്ടുണ്ട്. അങ്ങനെ അവർ ദൈവനാമത്തെ മഹത്വപ്പെടുത്തും. യിരെമ്യാവെന്ന ഭക്തനെ അപ്രകാരം ദൈവം വിളിക്കുകയും നിയോഗിക്കുകയും ചെയ്തതായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. താൻ ദൈവത്തോട് പറഞ്ഞതും ഞാൻ അയോഗ്യനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ് എന്നതാണ്. എന്നാൽ ദൈവം യിരെമ്യാവിൻ്റെ മേൽ നിയോഗവും ദർശനവും പകർന്നു കൊടുത്തു. തൻ്റെ മേൽ പകർന്ന നിയോഗം വലുതായിരുന്നു. അതെങ്ങനെ എന്നിൽ കൂടി നടക്കുമെന്ന ചിന്തയാൽ താൻ ഭരിക്കപ്പെട്ടിരുന്നു. അത് 18-19 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നു. ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ള ഒരു പട്ടണവും ഇരുമ്പ് തൂണും താമ്ര മതിലുകളും ആക്കിയിരിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാനും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയരെ, യിരെമ്യാവിനെ കുറിച്ച് യിരെമ്യാവിനോട് സർവശക്തനായ ദൈവം കൊടുക്കുന്ന അനുഗ്രഹ വാക്കുകൾ, തൻ്റെ മേലുള്ള നിയോഗങ്ങൾ, തൻ്റെ മേലുള്ള വാഗ്ദത്തങ്ങളൊക്കെയാണെന്ന് വായിച്ചു കേട്ടത്. ഈ വായിച്ചു കേട്ടത് തൻ്റെ മേൽ ദൈവം പകർന്ന നിയോഗം. എന്നാൽ ഞാൻ എങ്ങനെ ഇതൊക്കെ ചെയ്യും, ഞാൻ എങ്ങനെ സൂക്ഷിക്കപ്പെടുമെന്ന് കരുതിയവനെ ദൈവം പകർന്നു കൊടുത്ത ദർശനം മുഖാന്തരം ശക്തീകരിച്ചു. ദൈവം കൊടുത്ത ദർശനം ഏറ്റവും വലിയ ഉറപ്പും ധൈര്യവും പകരുന്നതായിരുന്നു. ദൈവം തന്നോട് താൻ കണ്ട കാഴ്ചയെക്കുറിച്ച് ചോദിക്കുന്നു, യിരെമ്യാവേ, നീ കാണുന്നത് എന്താണ്? നോക്കൂ, കണ്ടവനെ കൊണ്ട് തന്നെ കണ്ട കാഴ്ച ദൈവം തുറന്നു പറയിക്കുന്നു. ദൈവത്തിൻ്റെ മറുപടി, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിന്റെ മേൽ പകർന്ന നിയോഗം എൻ്റെ വചനമാകയാൽ അത് നിന്നിൽ കൂടി നിവർത്തീകരിക്കപ്പെടുവാൻ ഞാൻ ജാഗരിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വചനം നിവർത്തീകരിക്കപ്പെടേണ്ടത് പ്രിയരെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും ദൈവമാണ്. നിയോഗമുള്ളവൻ ദൈവത്തിനു വേണ്ടി നിന്നു കൊടുത്താൽ മാത്രം മതി. നാവ് കൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ നാം വിശ്വസിച്ച് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ വചനം അയക്കപ്പെട്ടിരിക്കുന്നതായതുകൊണ്ട് ആ വചനത്തിൻ്റെ ഉടയവൻ അതിനെ നിവർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. പറയാൻ നിയോഗമുള്ളവൻ എഴുന്നേറ്റ് പറഞ്ഞാൽ മതി. ജാഗരിക്കേണ്ടവൻ ജാഗരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. കർത്താവ് പകർന്ന ഉറപ്പ്, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും. പ്രിയരെ, ഇത് നമ്മോടുമുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. ഒരു ദൈവമനുഷ്യൻ്റെ വിജയരഹസ്യം ദൈവം അവൻ്റെ മേൽ പകർന്ന നിയോഗവും അവന് കൊടുത്ത ദർശനവുമാണ്. ഭക്തൻ ദൈവിക ദർശനത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കണം. അപ്പോഴാണ് അവൻ ബലപ്പെടുന്നത്. ഭക്തൻ ദൈവിക നിയോഗത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടവനാകണം. അപ്പോഴാണ് അവൻ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനിടയാകുന്നത്. പ്രിയരെ, നാം വിളിക്കപ്പെട്ടവരാണോ? കർത്താവ് നമ്മെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടോ? ആ ഉറപ്പുണ്ടെങ്കിൽ, നാം വിളിക്കപ്പെട്ടവരെങ്കിൽ നമ്മുടെ മേൽ ദൈവനിയോഗം പകരപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ നിയോഗം പകർന്നിട്ടുണ്ട്. അത് നാം ചെയ്യേണ്ടതിന് ദൈവം ബലഹീനരായ നമ്മുടെ മേൽ ദർശനവും പകർന്നിട്ടുണ്ട്. നാം ആ ദർശനത്തിൻ്റെ വലിപ്പം, അതിൻ്റെ ആഴം എന്നിവ തിരിച്ചറിയുവാൻ ആഗ്രഹിക്കണം. നമ്മുടെ ദർശനത്തിൻ്റെ വ്യാപ്തി നാം കണ്ണു തുറന്ന് കാണുക. പുറം കണ്ടുകൊണ്ടല്ല കേട്ടോ,
അകക്കണ്ണ് തുറന്നെങ്കിലേ അത് കാണുവാനാകുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ദർശനത്തിന് വ്യക്തത വരുത്തുക. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നിയോഗങ്ങളുണ്ട്, ഇനിയും നൽകുവാൻ പോകുന്ന നിയോഗങ്ങളുമുണ്ട്. അവ നമ്മുടെ മേൽ പകർന്ന ദർശനത്തിലൂടെ നമുക്ക് ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ നമുക്കിടയായിത്തീരണം. ദർശനമുള്ളവനെ തകർക്കുവാൻ, ഒടുക്കുവാൻ പ്രിയരെ ആർക്കും ഒരിക്കലും ആവില്ല. ദർശനമുള്ളവൻ ശക്തമായ പ്രതികൂലങ്ങളെ നേരിടേണ്ടി വരും, വലിയ എതിർപ്പുകൾ തരണം ചെയ്യുവാനൊക്കെ ഇടയാകും. എന്നാൽ അവനെ ഇല്ലാതാക്കുവാൻ, അവനെ ഓടിച്ചു കളയുവാൻ, അവനെ ഒതുക്കിക്കളയാൻ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഇടയാകുകയില്ല. കാരണം അവന് വേണ്ടി, അവൻ്റെ നിയോഗത്തിൻ്റെ നിവർത്തീകരണം അവനിലൂടെ നടക്കേണ്ടതിന് വേണ്ടി ജാഗരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ അവൻ്റെ മുൻപിൽ അവൻ കാണുന്നുണ്ട് എന്നുള്ളതാണ്. കൂടപ്പിറപ്പുകളെ, നാം ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവിക നിയോഗം ലഭിക്കപ്പെട്ടവരാണ് എന്ന് ഉറച്ചു വിശ്വസിക്കണം. അത് നിവർത്തിക്കപ്പെടുവാനുള്ള ദൈവിക ദർശനം പ്രാപിക്കുവാനുണ്ട് എന്നും തിരിച്ചറിയണം. ആകയാൽ ദർശനം ഉള്ളവരാകുക, ദർശനം പ്രാപിക്കുന്നവരാകുക. ആ ദർശനത്തിൻ്റെ വലിപ്പം തിരിച്ചറിയുക, വചനം വിശ്വസിച്ച് വിളിച്ചു പറയുക. അപ്പോസ്തലനായ പൗലോസ് അഗ്രിപ്പ രാജാവിനോട് പറഞ്ഞ കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, എനിക്ക് ദൈവം ദർശനം തന്നിട്ടുണ്ട്, ഞാൻ എന്താകും, ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യും, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം എനിക്ക് എങ്ങനെ പൂർത്തീകരിക്കാനാവും, അതിനൊക്കെയുള്ളൊരു ദർശനം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്വർഗീയ ദർശനത്തിന് എതിരെ ഞാൻ നിന്നിട്ടില്ല, ആ സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയരെ, നമുക്കും നമ്മുടെ മേൽ ദൈവം പകർന്ന നിയോഗം നിവർത്തീകരിക്കാൻ ഒരു ദർശനം കർത്താവ് പകർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ മേൽ ദർശനം കൂടെ പകരാൻ ആഗ്രഹിക്കുന്നു. ആ ദർശനം പ്രാപിക്കാൻ നമുക്കിടയായിത്തീരണം. ആ ദർശനം നമ്മളെ കണ്ടിട്ട് വിളിച്ചു പറയുക, ആ ദർശനത്തിന് വലിപ്പം തിരിച്ചറിയുക. വചനത്തിൻ്റെ ഉടയവൻ വചന നിവൃത്തിക്കായി ജാഗരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ദർശനം നിറവേറ്റുവാൻ നമുക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു ദൈവം നമുക്ക് ഉടയവനായി സ്വർഗത്തിലുണ്ട്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് ഒരവസരം കൂടെ നൽകി തന്ന വൻകൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അപ്പാ, ഞങ്ങളെ കർത്താവ് നിയോഗമുള്ളവരായി വിളിച്ച് വേർതിരിച്ചാക്കി വച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ പകർന്ന നിയോഗം നിറവേറ്റേണ്ടതിന് വേണ്ടി ഞങ്ങളുടെ മേലൊരു ദർശനം കൂടെ പകരുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ആ ദർശനം ഞങ്ങൾക്ക് നൽകിത്തരണം. ആ ദർശനം ഞങ്ങളുടെ മേൽ ഞങ്ങളത് നിറവേറ്റേണ്ടതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടല്ലോ. ഞങ്ങൾക്ക് വേണ്ടി ദൈവം ജാഗരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ദർശനത്തെ, ഞങ്ങളുടെ നിയോഗത്തെ തകർത്ത് കളയാൻ ആർക്കും ആവില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ഒരു അനുഭവത്തിലേക്ക്, ആ ഒരു അനുഗ്രഹത്തിലേക്ക് നയിക്കപ്പെടാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകലിലും സ്വർഗീയ ദർശനത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, പ്രാർത്ഥിക്കുന്ന സമർപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ദർശനം പകരണമേ. അവരുടെ മേൽ കൊടുത്തിട്ടുള്ള നിയോഗം, അവരുടെ മേൽ കൊടുത്തിട്ടുള്ള ദർശനം അത് നിവർത്തീകരിക്കാൻ കർത്താവ് ജാഗരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് അനുഭവിപ്പാൻ എല്ലാവരെയും പ്രാപ്തരാക്കണം. അപ്രകാരം സമർപ്പിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ഇന്നിൻ്റെ മറുപടികൾ അവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, അവരുടെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ, അവരുടെ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവെ വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട വൻകൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പോൾ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വാത്സല്യ കുടപ്പിറപ്പുകളെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് വേഗം ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ കാക്കും ദൈവം നീയെ, പാറയാകുമേശുനാഥ, കാക്കും ദൈവം നീയെ, മഹിമയും ബലവും നിറഞ്ഞവനേ, ഇന്നുമെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനേ, ഇന്നുമെന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങയ്ക്ക്, ആരാധന
കൃപയെന്നിൽ തന്നല്ലോ നീ നിന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപയെന്നിൽ തന്നല്ലോ നീ യേശുനാഥ നീ എൻ ബലമായതാ ഞാനൊട്ടും ഭയപ്പെടില്ല യേശുനാഥ നീ എൻ ബലമായതാ ഞാനൊട്ടും ഭയപ്പെടില്ല ആരാധന അങ്ങയ്ക്ക് 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 ചിറകുകളിൽ നിഴലിൽ ആനന്ദം പകരുന്നു നീ നിന്റെ ചിറകുകളിൽ നിഴലിൽ ആനന്ദം പകരുന്നു നീ വിശ്വസ്തനും നീ എന്നും തുണയായൊന്നും സ്തുതിക്കു യോഗ്യനും നീ വിശ്വസ്തനും നീ എന്നും തുണയായൊന്നും സ്തുതിക്കു യോഗ്യനും നീ ആരാധന അങ്ങയ്ക്ക് 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 ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയുമേ ജീവനുള്ള നാളുകളെല്ലാം